എന്താ? അത് അത് പിന്നെ അത് നീ എന്തോ പറയാൻ വന്നതെന്ന് എനിക്കറിയാം. ധൈര്യമായിട്ട് പറഞ്ഞോ. അത് ഗംഗമോളെ കുഞ്ഞിന്റെ അച്ഛനെവിടെ? പാമ്പ് കടിയേറ്റ് വെളിയിൽ മരിച്ചു കിടക്കുന്നു. പാമ്പോ? അച്ഛാ! മോളെ അച്ഛാ! 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 മോളെ ഗംഗേ. മോളെ ഗംഗേ, ഇവിടെ കൊട്ടാരത്തിൽ കഴിഞ്ഞിരുന്നത് നന്ദിനിയാണെന്നുള്ള സത്യം പറഞ്ഞതിനാ ഇങ്ങനെ ഒരു ക്രൂരത അവള് മണികണ്ഠനോട് ചെയ്തത്. നിന്നെ രക്ഷിക്കാൻ വേണ്ടിയാ മോളെ അവൻ സ്വന്തം ജീവൻ ബലി കൊടുത്തത്. മണികണ്ഠന് നീയെന്ന് വെച്ച ജീവനായിരുന്നില്ലേ? അവൻ ഇങ്ങനെ ഒരു ദുർഗതി സംഭവിച്ചല്ലോ. പാവം, പേരക്കുട്ടിയെ പോലും കാണാനുള്ള ഭാഗ്യം ഉണ്ടായില്ല. ആരെന്ത് പറഞ്ഞാലും മറുത്ത് രക്ഷണം പറയാത്ത മനുഷ്യന് ഇങ്ങനെയൊരു ദുർമരണാണല്ലോ മണിയേട്ടിന് വിധിച്ചത്. അളിയ 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 കരഞ്ഞു വല്ലതും വരുത്തി വെക്കല്ലേ. എന്താ ഗംഗ നീ ഒന്നും പറയാൻ നിൽക്കുന്നേ? നിന്റെ മനസ്സ് വേദനിക്കുന്ന എനിക്ക് കാണാം. വിഷമം മനസ്സിനകത്ത് ഇങ്ങനെ അടക്കി വെക്കാതെ നീ ഒന്ന് കരയുക ഗംഗ. അതേ ഗംഗമോളെ, അരുൺ പറഞ്ഞത് ശരി തന്നെയാ. വിഷമം അങ്ങനെ മനസ്സിനുള്ളിൽ അടക്കി വെക്കാൻ പാടില്ല. നീയൊന്ന് കരയും മോളെ. ഇല്ല, ഞാൻ കരയില്ല. എന്റെ അളിയ, ആ നന്ദിനി അവസാനിപ്പിച്ചിട്ട് ഞാൻ എന്റെ വേദന മുഴുവനും കരഞ്ഞു തീർത്തോളാം. അതുവരേക്കും എന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീർ ഞാൻ വീഴ്ത്തില്ല. ഗംഗയും നന്ദിനിക്കെതിരെ തിരിഞ്ഞിരിക്കുക. ഗംഗയുടെ മനസ്സിലിപ്പോ അവളോട് തീർത്താ തീരാത്ത പകയാണ്. ഇനി അത്ര എളുപ്പത്തിൽ നന്ദിനിക്ക് കാര്യങ്ങളൊന്നും സാധ്യമാവില്ല. അളിയ, സംഭവിക്കാനുള്ള എന്തായാലും സംഭവിച്ചു. മണികണ്ഠൻ ഇങ്ങനെ കിടത്തിയാൽ മതിയോ? പാമ്പ് കടിയേറ്റ് മരിച്ചതുകൊണ്ട് ലീഗലായിട്ട് പോലീസിൽ ഇൻഫോം ചെയ്യണം. കാര്യങ്ങളൊന്ന് പോലീസിൽ അറിയിച്ചേക്കാം അളിയ. നാളെ ഇതിന്റെ പേരിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാകണ്ട. പോലീസിനെ വിളിച്ചറിയിക്ക. ഞാൻ വിളിച്ചു പറയാം. മണികണ്ഠ, ഹലോ ഹലോ, പോലീസ് സ്റ്റേഷൻ അല്ലേ? വന്നാട്ടെ സാർ. വാ. ശരീരം മുഴുവൻ നീലനിറമാണല്ലോ. പാമ്പ് കടിയേറ്റ് മരിച്ചാന്നാ തോന്നുന്നത്. എന്തായാലും വേറെന്തെങ്കിലും തെളിവ് കിട്ടുന്നുണ്ടോ നോക്ക്. ഇതിൽ ആരാ ആദ്യം ബോഡി കണ്ടത്? ഞാനാ സാറേ കണ്ടത്. നിങ്ങൾ എപ്പോഴാ കണ്ടത്?
ഇന്ന് കാലത്ത് ഞാൻ നടക്കാനായിട്ട് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴാ കണ്ടത്. ഇന്നലെ എപ്പോഴാ അവസാനം കണ്ടേ? അത് സാറേ, മണികണ്ഠൻ 2 ദിവസമായിട്ട് കൊട്ടാരത്തിലുണ്ടായിരുന്നില്ല. എങ്ങോട്ടാ പോകുന്നതെന്ന് ആരോടൊട്ട് പറഞ്ഞതുമില്ല. തിരിച്ചപ്പോഴാ വന്നേന്നറിയില്ല. രാവിലെ മരിച്ചു കിടക്കുന്നതാ കണ്ടത്. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും ഞങ്ങൾക്കറിയില്ല. കേട്ടില്ലേ ചേച്ചി, ഈ വീട്ടിലുള്ളവർക്കൊന്നും അറിയാൻ പാടില്ലെന്ന് പറയണ. അതെ, ഇന്നലെയും കൂടെ ഞാൻ കണ്ടതായിരുന്നു. പക്ഷെ എന്ത് പാവം. സാർ, പാമ്പ് തന്നെയാ സാർ കടിച്ചിരിക്കുന്നത്. ഇയാളുടെ ശരീരത്തിൽ പാമ്പ് കുത്തിയ പാടുണ്ട്. എനിക്ക് കൂടുതൽ സംശയിക്കാനൊന്നുമില്ല സാർ. ആരാ നിങ്ങള്? മരിച്ചുപോയ ആളും നിങ്ങളും തമ്മില് എന്താ ബന്ധം? അത് പിന്നെ സാറേ, ഞാൻ ഇവിടെ എന്താണെന്ന് അതെ പരിഗണന? സാറേ, അവനും മീനാക്ഷിയും തമ്മിൽ യാതൊരു ബന്ധവും. ഇവൾ ഈ വീട്ടിലെ വേലക്കാരിയാ. സാറേ, പാമ്പ് കടിയേറ്റാണ് മരിച്ചിരിക്കുന്നത്. ഫോർമാലിറ്റി അനുസരിച്ച് പോസ്റ്റ്മോർട്ടം ചെയ്താലേ ബോഡി നിങ്ങൾക്ക് വിട്ടുതരാൻ പറ്റൂ. ഞങ്ങൾ അതുമായിട്ട് പ്രൊസീഡ് ചെയ്യാണ്. ഫോർമാലിറ്റീസ് പ്രകാരം എന്തൊക്കെ വേണോ അതൊക്കെ ചെയ്തോളൂ. അളിയാ, ഞാൻ അവരുടെ കൂടെ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് ചെല്ലട്ടെ. നീ വാ. ശരി. ഗംഗേ, നീ ഇങ്ങ് വാ. നിന്റെ അച്ഛന് ഞാൻ കൊള്ളിവെക്കാൻ പാടില്ലെന്നാ
എന്റെ മനസ്സിനോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മണിയങ്കളുടെ ശ്വാസം നിലയ്ക്കുന്നത് വരേക്കും അങ്കിള് നിന്നൊരു മകളായിട്ട് മാത്രമല്ല, ഒരു മകന്റെ സ്ഥാനത്ത് കൂടിയാ കണ്ടിരിക്കുന്നത്. അങ്കിളുടെ ലോകം തന്നെ നീയായിരുന്നില്ലേ? നിന്റെ നന്മ മാത്രം ആഗ്രഹിച്ചിരുന്ന നിന്റെ അച്ഛന് എല്ലാ സൗഭാഗ്യങ്ങളും നിനക്ക് ഉണ്ടാവണമെന്നും നീ എന്നും സന്തോഷമായിട്ട് ജീവിക്കണമെന്നും ആഗ്രഹിച്ചിരുന്ന മണിയങ്കളിന് നീ തന്നെയാ കൊള്ളിവെക്കേണ്ടത്. എങ്കിലേ നിന്റെ അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടൂ. അതുകൊണ്ട് ഗംഗെ, നീ തന്നെ അങ്കിളിനെ കൊള്ളിവെച്ചാൽ മതി. ദാ ഇത് പിടിക്ക. ആ നന്ദിനിയെ ഞാൻ ദൈവത്തെ പോലെ കണ്ട് പൂജിച്ചതിന് എന്റെ അച്ഛന്റെ ജീവൻ തന്നെ അവൾ ഇല്ലാതാക്കി. അവൾ ചെയ്ത ഈ കൊടും പാതകത്തിന് ഞാൻ ഒരിക്കലും മാപ്പ് കൊടുക്കില്ല. ഇതുവരെ ആ നന്ദിനി എന്നെ കണ്ടിരിക്കുന്നത് അവളുടെ ഒരു ഭക്തിയായി മാത്രമാണ്. ഇനി കാണാൻ പോകുന്നത് ശത്രുവായ ഗംഗയാണ്. എന്റെ അച്ഛന്റെ ചിതയ്ക്ക് ഞാനിപ്പോ വെക്കുന്ന തീ അവളുടെ നേർക്ക് തിരിയാൻ അധികം സമയം വേണ്ട. ആ നന്ദിനി നാഗം എവിടെ പോയി ഒളിച്ചാലും അവളെ കണ്ടുപിടിച്ച് പ്രതികാരം ചോദിക്കാതെ വിടില്ല ഞാൻ. അവളോട് ഞാൻ പ്രതികാരം ചോദിക്കാതെ വിടുമെന്ന് കരുതണ്ട. മോനെ, അധിക സമയം ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട. വാ, നമുക്ക് കൊട്ടാരത്തിലേക്ക് പോവാം. വാ. ഡോക്ടർ, എനിക്കിപ്പോ പ്രശ്നമൊന്നുമില്ല. BP അല്പം കൂടുതലാ. വയസ്സാകുക കാര്യം മറന്നിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ആലോചിച്ചു കൂട്ടണ്ട. മണികണ്ഠൻ അത്രേ വിധിച്ചിട്ടുള്ളൂ. പക്ഷെ അതിനെക്കുറിച്ച് മാത്രം എപ്പോഴും ആലോചിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ ആരോഗ്യം എന്താവും? വെറുതെ ടെൻഷൻ അടിച്ച് ആവശ്യമില്ലാത്ത അസുഖങ്ങൾ വരുത്തി വെക്കണ്ട. അതൊന്ന് പറഞ്ഞു കൊടുക്ക് ഡോക്ടറെ. ഞങ്ങൾ പറഞ്ഞാൽ ഇവൻ കേൾക്കില്ല. ഡോക്ടർ തന്നെ പറഞ്ഞു കൊടുക്ക്. അവന്റെ ആരോഗ്യത്തെ പറ്റി യാതൊരു ശ്രദ്ധയില്ല ഇപ്പോ. ഇനി അങ്ങനൊന്നും ഉണ്ടാവില്ല. ഞാൻ ടാബ്ലറ്റ്സ് എഴുതി തരാം. അത് മുടങ്ങാതെ കഴിക്കാൻ പറയണം. ഗംഗേ, നീ ഇങ്ങ് വന്നേ. എന്താ ചേച്ചി? എങ്ങോട്ടാ നീ ഇത്ര തിടുക്കത്തി പോന്നേ? അടുക്കളയിൽ കുറച്ച് ജോലി ഉണ്ടായിരുന്നു. എടി പെണ്ണെ, കൺസീവ് ആയിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ജോലിയൊന്നും ചെയ്യരുതെന്ന് പറഞ്ഞിട്ടില്ലേ നിന്നോട്? ഗംഗ കൺസീവ് ആണെന്നോ? അതെ ഡോക്ടർ, ഞങ്ങൾ ഒരുപാട് കാത്തിരുന്നിട്ട് കിട്ടിയ സൗഭാഗ്യ. എല്ലാവരുടെയും നേർച്ചയുടെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഫല ഇത്. ഗംഗ ഗർഭിണിയാണെന്നുള്ള കാര്യമൊക്കെ മറന്ന് എപ്പോഴും ജോലി ചെയ്തുകൊണ്ടിരിക്കുക ഡോക്ടർ. ദേ വരുന്ന കണ്ടില്ലേ? കെട്ടിയോളോടൊന്നും പറയാതെ അവളുടെ ഇഷ്ടത്തിന് അങ്ങനെ അഴിച്ചു വിട്ടിരിക്കുക. ഡോക്ടറെ, ഗംഗയെ ഒന്ന് പരിശോധിച്ച് അവൾ എന്താ കഴിക്കേണ്ടത്, എന്ത് ചെയ്യരുത് എന്നൊക്കെ അരുണോടൊന്ന് പറഞ്ഞു കൊടുത്തിട്ട് പോണേ. അവൻ ശ്രദ്ധിച്ചോളൂ. അതിനിപ്പോ എന്താ, പറഞ്ഞു കൊടുക്കാലോ മുത്തശ്ശി. ഗംഗെ, ഇവിടെ നിന്ന് വന്നിരുന്നേ. വാ മോളെ, ഇങ്ങോട്ട് വാ.
സാരില്ല, ഇപ്പൊ വേണ്ട ഡോക്ടർ. നീ ഞാൻ പറയുന്നൊന്ന് കേക്ക്. വാ മോളെ, ഇപ്പോ എനിക്ക് പറയുന്ന കുഴപ്പമൊന്നുമില്ല. കേക്ക്. അങ്ങോട്ട് ചെന്നിരിക്കും. എങ്ങനെയുണ്ട് ഡോക്ടർ? ഹെൽത്ത് എല്ലാം നോർമലായിട്ട് തന്നെയാണ് ഉള്ളത്. ഇവൾ സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് കരുതി നിങ്ങളെല്ലാവരും കൂടെ ചേർന്ന് ആവശ്യമില്ലാത്ത പ്രഷർ ഇവൾക്ക് കൊടുക്കരുത്. അവളുടെ സ്വാതന്ത്ര്യത്തിന് അവളെ വിട്ടേക്ക്. അവളൊന്ന് ഹാപ്പി ആയിരുന്നോട്ടെ. എന്താ ഡോക്ടറെ, വലിയൊരു ലിസ്റ്റ് തന്നെ തരുമെന്നാ ഞാൻ വിചാരിച്ചേ. എന്നിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ടെന്ന് പറഞ്ഞാല് നിങ്ങൾ ഉപദേശിച്ചില്ലെങ്കിൽ അവള് പിന്നെ ഒട്ടും ശ്രദ്ധിക്കില്ല. അതാ. അവൾ അതൊക്കെ ശ്രദ്ധിച്ചോളും മുത്തശ്ശി. ഈ സമയത്തൊക്കെ ശരീരം എങ്ങനെ നോക്കണമെന്ന് ഗംഗയ്ക്ക് നന്നായിട്ട് അറിയാം. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ പറഞ്ഞുകൊണ്ട് ഞാൻ ചില വൈറ്റമിൻ ടാബ്ലറ്റ്സ് എല്ലാം എഴുതി തരാം. ഇത് ഫോളോ ചെയ്യാൻ പറ. ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം. സാറൊരു കാര്യം ചെയ്യ്, പോയി റെസ്റ്റ് എടുത്തോളൂ. ശരി അങ്ങളെ പതുക്കെ. എല്ലാരും പൊയ്ക്കോ. ആളിയാ വാ ഏട്ടാ, നിങ്ങൾ അങ്ങോട്ട് ചെല്ല്. ഗംഗേ, ഒന്ന് നിന്നേ. നീ ഗർഭിണിയാണെന്ന് കരുതി ഇവിടെ എല്ലാവരും വലിയ സന്തോഷത്തിലാ. എന്നാ നീ ഇപ്പൊ കൺസീവ് അല്ല. ഇത് പറഞ്ഞ് മറ്റുള്ളവരെ ഇപ്പൊ വിഷമിപ്പിക്കണ്ട. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഒന്നും പറയാതിരുന്നത്. പിന്നീട് എപ്പോഴെങ്കിലും നീ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. പിന്നീട് എപ്പോഴെങ്കിലും നീ മറ്റുള്ളവരെ പറഞ്ഞ് മനസ്സിലാക്കിയാൽ മതി. നിനക്കിപ്പോ വേണ്ടത് ധൈര്യമാണ്. ഞാൻ ഇറങ്ങട്ടെ. ശരി അരുൺ. ഓക്കെ. ചേച്ചി, എന്താ ചേച്ചി, എന്നോടിപ്പോ ഒന്നും സംസാരിക്കാൻ പോലും സമയമില്ലല്ലേ? ഇനി എത്ര നാളാ ഞാനിങ്ങനെ ഈ ശരീരത്തിൽ തന്നെ കഴിയുന്നത്? എനിക്കിനിയും ഇവളുടെ ശരീരത്തിൽ ഇങ്ങനെ കഴിയണ്ട. എത്രയും പെട്ടെന്ന് എന്റെ ശരീരം എനിക്ക് തിരിച്ചതാ. ചേച്ചി എന്തോ ഒന്നും പറയാതെ ഇങ്ങനെ നിൽക്കുന്നേ? എന്താ മായ,
എന്താ നിനക്ക് പറ്റിയ? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? എന്താ നിനക്ക് സുഖമില്ലേ? നീ എന്താ പരസ്പര ബന്ധമില്ലാതെ സംസാരിക്കുന്നത്? അപ്പോ നീ എന്റെ ചേച്ചിയല്ല അല്ലേ? ഞാൻ ആരാണെന്ന് പോലും നിനക്കിപ്പോ തിരിച്ചറിയാൻ പറ്റാതായല്ലേ? ഞാൻ നിന്റെ അരുണേട്ടനമായ. നീ എന്റെ ശത്രുവാ. കുറെ നാളായി നിന്നെ എന്റെ കയ്യിൽ കിട്ടാൻ ആഗ്രഹിക്കുന്നു ഞാൻ. എന്നെ പറ്റിച്ച് കടന്നു കളഞ്ഞവനാ നീ. ഇനിയും നീ ഇവിടെ ഇങ്ങനെ സുഖമായി ജീവിക്കാൻ സമ്മതിക്കില്ല ഞാൻ. മയെ, നീ പറയുന്നൊക്കെ കേട്ടിട്ട് എനിക്ക് പേടിയാവുന്നു മയെ. നീ എന്തൊക്കെയായി പറയുന്നേ? എന്താ നിനക്ക് പറ്റിയെന്ന് പറ. മയെ, മയെ. കേക്ക്